ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ്സുകളെക്കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ലിബ്രോഫീസ് കാൽക്ക് എന്ന ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാം. ലിബ്രോഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം ലിബ്രോഫീസ് കാൽക്കിൽ നിരവധി കോളംസും റോസും സെൽസും അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കാണുന്നത്. അതിലൂടെ നമുക്ക് മാർക്ക് ലിസ്റ്റുകൾ, അഡ്രസ് ഡീറ്റെയിൽസുകൾ, കോളം റോയിൽ എന്തൊക്കെയാണോ നമ്മൾ കോളവും റോയുമുള്ള ഒരു ഫോർമാറ്റിൽ എന്തൊക്കെ വർക്കുകളാണോ നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലിബ്രോഫീസ് കാൽക്ക് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ, അതായത് ലിബ്രോഫീസ് കാൽക്ക് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ വർക്കുകൾ തന്നെ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കോളം റോസ് വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൂഗിളിൻ്റെ ഒരു സർവീസ് ആപ്പാണ് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, നമുക്കിതൊരു ഓൺലൈൻ ആപ്പ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് ഒരാൾ ചെയ്യുന്ന വർക്ക് തന്നെ മറ്റൊരു യൂസറിനും കൂടെ അതിലോട്ട് പങ്കാളിയായി ആ വർക്കിനെ കണ്ടിന്യൂ ചെയ്യാം. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു എങ്കിൽ ആ മാർക്ക് ലിസ്റ്റിൻ്റെ ബാക്കി ഭാഗം, അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ് ടീച്ചറിന് വേണമെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആ ഗൂഗിൾ ഷീറ്റ്സിൽ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ചുരുക്കത്തിൽ ഇത് ഒരു ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. 3 സ്റ്റെപ്പുകളിലായിട്ടാണ് നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ്സിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ ഗൂഗിൾ ഷീറ്റ്സ് എങ്ങനെ എടുക്കാം, ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ ഗൂഗിൾ ഷീറ്റ്സ് നമുക്ക് ഗൂഗിൾ ക്രോം ബ്രൗസർ വഴി എടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ നാം പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ ഗൂഗിൾ ഷീറ്റ്സിൽ നാം ചെയ്യാൻ പോകുന്ന വർക്ക് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേഔട്ടോ സ്ട്രക്ചറുകൾ ഒന്ന് ഫലപ്രദമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ പരിചയപ്പെടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലൂടെ നാം ഈ വർക്ക് ചെയ്തതിന് ശേഷം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടിയാണ് നാം പരിചയപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റ്സ് എടുക്കേണ്ടത് എന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്ന സബ് മെനുവിൽ നിന്ന് നമുക്ക് ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന സെർച്ച് റിസൾട്ടിൽ ആദ്യത്തെ സെർച്ച് റിസൾട്ട് ഗൂഗിൾ ഷീറ്റ്സ് ഫ്രീ ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റ് ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ള രീതിയിൽ വരുന്ന സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനിൽ നിന്ന് ഗോ ടു ഷീറ്റ്സ്, ഇവിടെ പേഴ്സണൽ എന്ന സെക്ഷനിനകത്ത് ഗോ ടു ഗൂഗിൾ ഷീറ്റ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നാം സെലക്ട് ചെയ്യുന്ന സ്റ്റാർട്ട് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്ലാങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഷീറ്റിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു രീതിയാണ്. മറ്റൊരു രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. അതിനായി നാം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം ബ്രൗസർ എടുക്കുക. ഗൂഗിൾ ക്രോം ബ്രൗസർ എടുക്കുമ്പോൾ നമുക്ക് ഈ ബ്രൗസറിൻ്റെ വലതുഭാഗത്ത് ഗൂഗിൾ ആപ്സിൻ്റെ ഒരു സിമ്പൽ, ഇവിടെ 9 ഡോട്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വരുമ്പോൾ ഗൂഗിൾ ആപ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൻ്റെ ആപ്സുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇതിലിവിടെ താഴെ ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ് എന്ന് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പ്ലസ് സൈനിൽ ക്ലിക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ ഒരു ബ്ലാങ്ക് അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള രീതിയിൽ പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പണായി വരികയും ചെയ്യുന്നു. ഇപ്രകാരമാണ് നാം ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യേണ്ട രീതി. 2 രീതിയാണ് നാം പരിചയപ്പെട്ടത്. ഇനി നാം രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഭാഗമായി നാം ചെയ്യുന്നത്, നാം ലിബ്രോഫീസ് കാൽക്കിൽ പഠിച്ചതുപോലെ കോളം റോയിൽ ചെയ്യാവുന്ന ഏതു തരത്തിലുള്ള വർക്കുകളും നമുക്ക് ഗൂഗിൾ ഷീറ്റ്സിലും ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോയ്ക്കായി ചെയ്യുന്നത് ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഈ വർക്ക് ഷീറ്റിൻ്റെ പേര് നമ്മൾ എന്താണോ ഈ വർക്ക് ഷീറ്റ് ചെയ്യുന്നത് അതിനൊരു പേര് കൊടുക്കുക. അതിന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്റ്റഡ് ആകും. നിങ്ങൾക്ക് സപ്പോസ് ഇത് മാർക്ക് ലിസ്റ്റ് എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക.
ഇത് ഓട്ടോ സേവിംഗ് ആണ്. നമ്മൾ വരുത്തുന്ന ചേഞ്ചസുകളെല്ലാം സേവ് ചെയ്ത് ഇവിടെ കാണിക്കുന്നു. സേവ് ടു ഗൂഗിൾ ഡ്രൈവിലോട്ടാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാർ ഒരു മാർക്കുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് ഫയൽ അല്ല, ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഫയൽ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫയലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫയലാണെന്നുള്ള സൂചനയെ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാർ ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ ആദ്യത്തെ കോളത്തിൽ ഇവിടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു, സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ പൂവാർ. രണ്ടാമത്തെ ലൈനിൽ ഞാൻ സബ് ഹെഡിങ് കൊടുക്കുന്നു, മാർക്ക് ലിസ്റ്റ്. മൂന്നാമത്തെ റോയിൽ ഞാൻ സീരിയൽ നമ്പർ, നെയിം. ഞാൻ ഇത്രയും വിഷയങ്ങളാണ് ഇവിടെ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ ലിബ്രെ ഓഫീസ് കാൽക്ക് ചെയ്യുന്ന പോലെ ഇത് തൊട്ട് നമുക്ക് അത്യാവശ്യം ഫോർമാറ്റിംഗ് വർക്കുകൾ ചെയ്യാം. നമ്മുടെ വർക്കിൻ്റെ സെൻട്രലാക്കണമെങ്കിൽ ഇത് തൊട്ട് ഇതുവരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മെർജ് ഹൊറിസോണ്ടലി എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ ആക്കുന്നു. ഇതൊരു ഹെഡിങ്. ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടാം, ബോൾഡാക്കാം. ഇതൊരു വലിയ ഹെഡിങ് ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. ഇതും നമുക്ക് സെൻറ്റർ ആക്കണമെങ്കിൽ ഇത് തൊട്ട് നമ്മുടെ വർക്കിൻ്റെ എൻഡ് വരെയുള്ള കോളം വരെ സെലക്ട് ചെയ്യുക, മെർജ് സെല്ല് കൊടുക്കുക. മെർജ് സെല്ല് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കണ്ടൻറ്റിനെ സെൻറ്റർ ആക്കാം. ഹെഡിങ്ങിന് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് കളറും നമുക്ക് കൊടുക്കാം. കോളം എടുത്ത് നമ്മൾ കൂട്ടാൻ വേണ്ടി ഓരോന്നിൻ്റെയും കോളം എടുത്ത് നമുക്ക് ചെയ്യാം. ഇതിന് കുറച്ച് മതിയെങ്കിൽ ഇവിടെ കൊടുക്കുക. നെയിമിന് വ്യക്തി കൂട്ടണമെങ്കിൽ കൊടുക്കുക. അത് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഓരോ കോളത്തിനും നമ്മൾ ആവശ്യാനുസരണം ചെയ്യുക. നമുക്കതുപോലെ തന്നെ ഈ കോളത്തിന് ചെറിയത് മതി, പക്ഷേ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷനുണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. കണ്ടൻറ്റ് താഴെ വരണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്, അതായത് നമ്മൾ കോളം ചെറുതായിരിക്കുകയും വേണം, കണ്ടൻറ്റ് താഴെയും വരണമെങ്കിൽ ഇവിടെ ഞാൻ ആവശ്യാനുസരണം കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ എന്നൊരു കോളം കൊടുക്കണമെങ്കിൽ നമുക്കതും കൊടുത്തു വയ്ക്കാം. അപ്പോൾ ഇവിടെ നാം മൊത്തത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ വർക്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണോ നാം ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക, അതിനൊരു ഫോർമാറ്റ് നല്ല രീതിയിൽ അതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കുക, നമ്മുടെ ഉചിതം പോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിനുശേഷം ഞാനൊരു 5 കുട്ടികളുടെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യുമെങ്കിൽ 1, 2 ആദ്യത്തെ 2 നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ 2 നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്പർ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ 10 കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഒരു 10 കുട്ടികളുടെ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ മാർക്കും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് അത്യാവശ്യം ഈ മാർക്ക് ലിസ്റ്റിൽ വരുത്തേണ്ട ചില ബോർഡേഴ്സൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ബോർഡേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫിൽ കളർ കൊടുത്ത് നമുക്ക് ഫിൽ കളർ കൊടുക്കാം. അപ്പോൾ നാം അത്യാവശ്യം നമ്മൾ മാറ്റം വരുത്തേണ്ട വർക്കുകളൊക്കെ ചെയ്തു എന്ന് കരുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റാം. നമ്മൾ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ചെയ്യുന്ന പോലെ ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ വലിപ്പം കൂട്ടേണ്ടതെങ്കിൽ വലിപ്പം കൂട്ടാം. അത് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ചെയ്യാം. ഞാനൊരു സാമ്പിൾ ഇവിടെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തതിന് ശേഷം ഇത് വിവിധ സബ്ജക്റ്റിലെ ടീച്ചേഴ്സിന് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ മെയിൽ വഴി അയച്ചു കൊടുക്കുകയും അവരുടെ വീട്ടിലിരുന്നുകൊണ്ടോ അവരുടെ ആയിരിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ട് ഈ ഷീറ്റിലേക്ക് മാർക്കുകൾ എൻട്രി ചെയ്യുന്നതുമാണ് ഈ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഈ വർക്ക് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വലത് ഭാഗത്തായിട്ട് ഷെയർ എന്നൊരു ബട്ടൺ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഷീറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സിനെ ഞാൻ കൊടുത്തതിന് ശേഷം ഇവിടെ വലത് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ എഡിറ്റർ എന്നൊരു ചോയ്സ്, ഇവിടെ ക്ലിക്ക് എഡിറ്റർ, വ്യൂവർ, കമൻറ്റർ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വ്യൂവർ എന്നാണ് എങ്കിൽ
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഷെയർ ചെയ്ത് കിട്ടുന്ന ആൾക്ക് ഈ ഒരു ഷീറ്റ് ജസ്റ്റ് വ്യൂ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അവർക്ക് ഇതിനകത്തൊരു മാറ്റം വരുത്താനൊന്നും സാധിക്കത്തില്ല. എഡിറ്റർ എന്ന ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആൾക്ക് ഈ ഷീറ്റിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് ടീച്ചറിന് അയക്കണമെങ്കിൽ അവർ മാർക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു എഡിറ്റർ എന്ന ചോയ്സാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ആകുകയാണ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചുകൂടെ ഷെയർ ചെയ്യാൻ കൺവീനിയൻറ്റ് നമുക്ക് മെയിലിനേക്കാളും വാട്സപ്പുകളിലാണ് എങ്കിൽ നമ്മൾ ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ചെയ്യുക. ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. കോപ്പി ലിങ്ക് എടുക്കുക. അതുപോലെ തന്നെ എനിവൺ വിത്ത് ലിങ്ക് ഇവിടെ ചോയ്സ് നമ്മളിവിടെ എഡിറ്റർ എന്നുള്ള ഒരു പെർമിഷനും കൂടെ നമ്മൾ ആ രീതിയിൽ മാറ്റണം. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ലിങ്ക് എടുത്തു, ഡൺ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വാട്സപ്പിലാണ് അയക്കേണ്ടതെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഏത് ഗ്രൂപ്പിലാണോ അയക്കേണ്ടത് ആ ഗ്രൂപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ലിങ്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് അയക്കും. അപ്പോൾ നമുക്ക് ഇപ്രകാരം നമുക്ക് നമ്മുടെ ഷീറ്റ്സിൻ്റെ ലിങ്ക് നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും നമുക്ക് ഇത് കിട്ടുന്ന ആൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഷീറ്റ്സിൽ മാർക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ കിട്ടുന്ന ആൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക. നമുക്കവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഓപ്പൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഓപ്പൺ ആവും. അപ്പോൾ ഇതൊരു പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂളിലോ അദ്ദേഹം എവിടെ ആയിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനാണ് മാർക്ക് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടെ മാർക്ക് എൻ്റർ ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ ഈ മാർക്കുകൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഇത് ഞാൻ സ്കൂളിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹിന്ദി അധ്യാപകൻ ഇവിടെ ഇരുന്ന് മാർക്ക് എൻ്റർ ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ ഞാൻ വർക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിൽ മാർക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം നമുക്ക് വിവിധ സബ്ജക്റ്റുകളിൽ അതാത് അധ്യാപകരെ കൊണ്ട് തന്നെ നമുക്ക് മാർക്ക് എൻ്റർ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനായി നാം അവർക്ക് ഈ ലിങ്ക് അതാത് അധ്യാപകർക്ക് അയച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ലിങ്ക് വിവിധ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് അവരവരുടെ ആയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഓൺലൈനായി തന്നെ മാർക്ക് എല്ലാ സബ്ജക്റ്റിനും എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ് കിട്ടേണ്ടതെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എളുപ്പത്തിലുള്ള ഒരിതുണ്ട്. ഇവിടെ ഈ വലതുവശത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. അതിനകത്ത് നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഫങ്ഷൻസിനകത്ത് സം എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സം ഫങ്ഷൻ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ബ്രാക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏത് മുതൽ ഏത് വരെയുള്ള ഇതിൻ്റെ സമ്മാണ് കാണേണ്ടതെങ്കിൽ മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് തൊട്ട് മാത്സ് വരെയുള്ള റോ വൈസിലായിട്ടുള്ള ആ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ അടിക്കുക. അപ്പോൾ ഈ അനിൽ എന്ന കുട്ടിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് വിവിധ വിഷയങ്ങളുടെ ടോട്ടൽ ഇവിടെ ക്ലിക്ക്. ഒരിക്കൽ ടോട്ടൽ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിൻ്റെ ടോട്ടൽ ഇതുപോലെ വീണ്ടും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഒരാളുടെ ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടം റൈറ്റ് കോർണറിൽ ഒരു ചെറിയ ഡോട്ട്സ് കാണും. അവിടെ മൗസ് കൊണ്ടുവരുമ്പോൾ മൗസ് പ്ലസ് സൈനായിട്ട് മാറും. വേറെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ അത് മാറും. ആ പ്ലസ് സൈൻ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പിടിച്ച് താഴോട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ ഈ ഫോർമുല കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടൻ്റ് അല്ല കോപ്പി ചെയ്തത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ അതാത് കുട്ടികളുടെ മാർക്കുകൾ കറസ്പോണ്ടിങ് സെല്ലുകളുടെ തുകകൾ കൂട്ടി ഇവിടെ മാർക്ക് കാണും. ചുരുക്കത്തിൽ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വർക്ക് നമുക്ക് PDF ഫയലായിട്ട് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു വർക്ക്ഷീറ്റ് ഫയലായിട്ടോ ലിബ്രോഫീസ് കാൽക്കിൻ്റെ ഒരു ഫയലായിട്ടോ എക്സൽ ഫയലായിട്ടോ ഒക്കെ നമുക്കൊരു ഡൗൺലോഡ് ചെയ്തിടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫയൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ്. നമുക്കൊരു പക്ഷേ ഈ വർക്കിനെ വിൻഡോസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ഫയലാക്കി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
പകരം നമ്മുടെ ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ കാൽക്കിലൊക്കെ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഓപ്പൺ ചെയ്യുന്ന ഫയലാക്കി മാറ്റണമെങ്കിൽ ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പകരം നമുക്ക് മൊബൈലിലും മറ്റെല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി കൺവീനിയൻ്റ് ആയിട്ടുള്ള PDF ഫോർമാറ്റായിട്ട് എങ്കിൽ PDF കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് PDF ഫോർമാറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫയൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, PDF എന്ന് ഞാൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഇതൊരു ലാൻഡ്സ്കേപ്പ് വ്യൂവിലാണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ പേപ്പർ A4 നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന പേപ്പർ A4 ആയതുകൊണ്ട് ഇവിടെ പേപ്പറിൽ ചിലപ്പോൾ ലെറ്റർ എന്നൊക്കെ കിടക്കുകയാണെങ്കിൽ അതിനെ A4 സൈസ് പേപ്പറിൻ്റെ ഇതിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ ഒരു PDF ഫയലായിട്ട് ഇത് ചെയ്യാം. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്ത് മനോഹരമായിരിക്കുന്നു. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത ഒരു വർക്കാണ്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ട്യൂട്ടോറിയൽ നന്നായിട്ട് മനസ്സിലാക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.